ഇപ്പോൾ ഡിവൈഎഫ്ഐ നേതാവ് ശ്രീ വി വസീഫ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ വസീഫ്, ഇപ്പോൾ പാർട്ടി നടപടിയായിരിക്കുന്നു, അതായത് രാജിവേണ്ട, സസ്പെൻഷൻ എന്ന തരത്തിലേക്ക്. ഇതൊരു മുഖം രക്ഷിക്കൽ നടപടിയാണോ? എന്താണ് ഡിവൈഎഫ്ഐയുടെ നിലപാട് ഈ വിഷയത്തിൽ? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ സംഘടനയിലെ നടപടിയല്ലല്ലോ പ്രധാനം. ഇങ്ങനെ ഒരു പൊതുപ്രവർത്തകൻ, ഒരു ജനപ്രതിനിധി, ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു MLA, ആ MLA കുറിച്ചാണ് ഇങ്ങനെയുള്ള തെളിവുകൾ സഹിതം വാർത്തകൾ പുറത്തു വന്നത്. അതിൽ ആ തെളിവുകൾക്കെതിരെ ഒരു അക്ഷരം ഇതുവരെ അദ്ദേഹം ഉരിയാടിയിട്ടില്ല. ഇത് തെറ്റാണെന്നോ ഫേക്കാണെന്നോ ഇതിലെന്തെങ്കിലും സംശയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പോലും നടത്തിയിട്ടില്ല. അതിനർത്ഥം എന്താ? ഇത് അദ്ദേഹം ഉൾപ്പെട്ട ക്രൈമാണ്. അതിൽ മറ്റൊരു ഇത്രയും ദിവസത്തിനുള്ളിൽ ഒരു ക്ലാരിറ്റിയും വരുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വീണ്ടും ആവർത്തിച്ച് പറയാണ്, ജനം ആഗ്രഹിക്കുന്ന പ്രതിഷേധം പാലക്കാട് മണ്ഡലത്തിൽ വരും. ഒരു MLA എന്നുള്ള നിലക്ക് അദ്ദേഹത്തെ പൊതുപരിപാടിയിൽ പങ്കെടുപ്പിക്കാത്ത തരത്തിലുള്ള വലിയ പ്രക്ഷോഭത്തിന് ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുക്കും. ണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഡിവൈഎഫ്ഐ. തീർച്ചയായിട്ടും ഒരു MLA ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത ഒരു ആൾക്ക് ഒരു MLA ആയിട്ട് എങ്ങനെ തുടരാൻ പറ്റും? എങ്ങനെ ആ നാടിന്റെ പ്രശ്നങ്ങൾ അവിടുത്തെ ജനങ്ങൾ ധൈര്യസമേതം ഈ ജനപ്രതിനിധിയിലൂടെ അറിയിക്കും? ഒന്നും പറ്റില്ലല്ലോ. അത് തന്നെയല്ലേ ഉമാ തോമസ് ഉൾപ്പെടെ പറഞ്ഞത്. ഉമാ തോമസ് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ഒരു ഭാവിയിൽ KSU ആവാൻ പോലും ആളുകൾ മടി കാണിക്കും എന്ന തരത്തിലേക്കാണ് പറഞ്ഞത്. അവരെയൊക്കെ എത്ര തരംതാന്ന തരത്തിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഇവരുടെ വെട്ടുകിളി കൂട്ടം ആക്രമിക്കുന്നത്. അല്ല, ഇതിലിപ്പോ ഒരു പ്രതിരോധം ഇതിപ്പോ പറയാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ ഇപ്പോൾ മുകേഷിന്റെ കാര്യമൊക്കെ പറഞ്ഞുള്ള പ്രതിരോധം തീർക്കലാണ് നമ്മൾ കണ്ടത്. അങ്ങനെ മുകേഷിനൊക്കെ എതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ള ചോദ്യം ഇനിയും ശക്തമായി ഉയർന്നു വരില്ലേ വസീഫ്? മുകേഷിന്റെ വിഷയം, KC വേണുഗോപാലിന്റെ വിഷയം, വിൻസെന്റ് MLA വിഷയം, എൽദോസ് കുന്നപ്പള്ളിയുടെ വിഷയം, VD സതീശന്റെ വിഷയം, PC വിശ്വനാഥിന്റെ വിഷയം, അടൂർ പ്രകാശിന്റെ വിഷയം, ഉമ്മൻചാണ്ടിക്കെതിരെ ഉണ്ടായിരുന്ന ആക്ഷേപം, ഇതും ഈ പറയുന്ന MLA-ക്കെതിരെയുള്ള ആക്ഷേപവും താരതമ്യപ്പെടുത്താൻ പറ്റുമോ? നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. അവരോട്, ഈ പറയുന്നവരോടൊക്കെ അത് ചോദിക്കണം. അതാണ് അതിൽ പറയാനുള്ളത്. അതാണ്. നന്ദി വസീഫ്. ഡിവൈഎഫ്ഐയുടെ നിലപാട് രാജിവെക്കണം, ഇങ്ങനെ ഒരു ജനപ്രതിനിധിയായി ഇദ്ദേഹത്തിന് തുടരാൻ അർഹതയില്ല എന്നുള്ളത് തന്നെയാണെന്ന് അദ്ദേഹം ആവർത്തിക്കുകയാണ്.